നമ്മളിൽ ഭൂരിഭാഗം പേരും ഒരിക്കലെങ്കിലും സമയത്തിൽ കൂടി സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവരായിരിക്കും. ഭൂതകാലത്ത് ചെയ്തു പോയ ഒരു തെറ്റ് തിരുത്തുവാൻ കഴിയുമായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ശരിക്കും ടൈം ട്രാവൽ സാധ്യമാണോ? അങ്ങനെ ഒരു യന്ത്രം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കോവിഡ് പോലത്തെ മഹാമാരിയൊന്നും തടയപ്പെട്ടില്ല? ടൈം ട്രാവൽ ഇനി സാധ്യമാണെങ്കിൽ തന്നെ ടൈം ട്രാവലേഴ്സ് നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ വീഡിയോയിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ദി ടൈം ട്രാവൽ പാരഡോക്സ്. പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ജോൺ. ജോൺ തന്റെ പഠനകാലം മുഴുവനും അയാളുടെ മുത്തച്ഛന്റെ കൂടെ നിന്നാണ് പഠിച്ചിരുന്നത്. എന്നാൽ മുത്തച്ഛനെ ജോണിന് അത്ര ഇഷ്ടമല്ലായിരുന്നു. കാരണം കുട്ടിക്കാലം മുതലേ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ മുഴുവൻ സമയവും തന്റെ റൂമിലിരുത്തി പഠിപ്പിക്കുമായിരുന്നു. അതുമാത്രമല്ല, ജോണിനെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു ആ മുത്തച്ഛൻ. അങ്ങനെ ഇരിക്കെ ജോണിന് ഒരു ടൈം ട്രാവൽ മെഷീൻ ലഭിക്കുകയാണ്. അത് കിട്ടിയ ഉടൻ തന്നെ ജോൺ ചിന്തിച്ചത് തന്റെ മുത്തച്ഛന്റെ ജനനം തടയണമെന്നാണ്. അങ്ങനെ ആവുമ്പോൾ തന്റെ കുട്ടിക്കാലം ഒന്നും കൂടി മനോഹരമായി ജീവിക്കാമെന്നായിരുന്നു ജോണിന്റെ പദ്ധതി. അങ്ങനെ ടൈം ട്രാവൽ മെഷീനിൽ കയറി ജോൺ ഭൂതകാലത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് കുട്ടിയായിരിക്കുന്ന ജോണിന്റെ മുത്തച്ഛനെ ജോൺ കാണുന്നു. ഒട്ടും വൈകാതെ തന്നെ ജോൺ ആ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. ജോൺ വളരെയധികം സന്തോഷവാനായി. എന്നാൽ ഇതിലൊരു പ്രശ്നമുണ്ട്. ആ മുത്തച്ഛൻ ഉണ്ടെങ്കിലല്ലേ ജോണിന്റെ മാതാപിതാക്കൾ ജനിക്കുള്ളൂ. ജോണിന്റെ മാതാപിതാക്കൾ ഉണ്ടെങ്കിലല്ലേ ജോൺ ഈ ഭൂമിയിൽ ജനിക്കുള്ളൂ. ജോൺ ജനിച്ചാൽ മാത്രമല്ലേ ടൈം ട്രാവൽ മെഷീൻ ഉപയോഗിച്ച് ജോണിന് ഭൂതകാലത്ത് നിന്ന് തന്റെ മുത്തച്ഛനെ കൊല്ലാൻ കഴിയൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മുത്തച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ജോൺ ജനിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ മുത്തച്ഛനെ കൊല്ലുവാൻ ജോണിന് ഭൂതകാലത്തേക്ക് പോകുവാനും കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും മുത്തച്ഛൻ ജനിക്കുന്നു. അതോടൊപ്പം ജോണും ഈ ഭൂമിയിൽ ജനിക്കുന്നു. ഇതിനെയാണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ജോൺ സ്കൂളിൽ വെച്ച് ലോ ഓഫ് ഗ്രാവിറ്റിയെ കുറിച്ച് പഠിക്കുന്നു. ടൈം ട്രാവൽ കൈവശമുള്ള ജോൺ നേരെ ന്യൂട്ടന്റെ ചെറുപ്പകാലത്തേക്ക് ചെല്ലുന്നു. എന്നാൽ ജോൺ ചെന്നെത്തിയ വർഷം ന്യൂട്ടൻ ലോ ഓഫ് ഗ്രാവിറ്റിയെ കുറിച്ച് കണ്ടുപിടിച്ചിരുന്നില്ല. അങ്ങനെ ജോൺ കുട്ടിയായിരിക്കുന്ന ന്യൂട്ടന് ലോ ഓഫ് ഗ്രാവിറ്റിയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് ന്യൂട്ടൻ ഭാവിയിൽ പ്രസിദ്ധീകരിക്കുന്നു. അങ്ങനെ അതേ കാര്യം തന്നെ ജോൺ സ്കൂളിൽ വെച്ച് പഠിക്കുന്നു. എന്നാൽ എന്റെ ചോദ്യം ഇതാണ്, എവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം? അതായത് ന്യൂട്ടൻ പബ്ലിഷ് ചെയ്തത് കൊണ്ടാണല്ലോ അത് ജോണിന് പഠിക്കുവാൻ സാധിച്ചത്. എന്നാൽ ജോൺ ഭൂതകാലത്തേക്ക് ചെന്ന് പഠിപ്പിച്ചത് കൊണ്ടാണല്ലോ ന്യൂട്ടൻ അത് പബ്ലിഷ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ ലോ ഓഫ് ഗ്രാവിറ്റിയെ കുറിച്ച് കണ്ടുപിടിച്ചത്? ജോൺ ആണോ അതോ ന്യൂട്ടൻ ആണോ? ഇങ്ങനെ ഒരു ഇൻഫർമേഷനെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനെയാണ് ബൂട്ട് സ്ട്രാപ്പ് പാരഡോക്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ജോൺ തന്റെ കൈവശമുള്ള മെഷീൻ ഉപയോഗിച്ച് 50 വർഷങ്ങൾക്ക് പുറകെ സഞ്ചരിച്ച് 1973 അവിടെ വെച്ച് ജോൺ ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ടുമുട്ടുന്നു. അതായത് ജോൺ തന്റെ സ്വന്തം അമ്മയെ തന്നെയാണ് കണ്ടത്. അവിടെ വെച്ച് ജോൺ ആ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. അതോടൊപ്പം ഒരു മകനും ഉണ്ടാകുന്നു. ആ മകൻ തന്നെയാണ് ടൈം ട്രാവൽ ചെയ്ത് 1973 പോയ ജോൺ. അതായത് ജോണിന്റെ പിതാവ് ജോൺ തന്നെയാണ്. ഇതിനെ ആസ്പദമാക്കി ഒരുപാട് സിനിമകളും വന്നിട്ടുണ്ട്. ടെർമിനേറ്റർ, പ്രീഡെസ്റ്റിനേഷൻ പോലത്തെ സിനിമകളിൽ ഇതിനെപ്പറ്റി നല്ല വ്യക്തമായി തന്നെ കാണിക്കുന്നുണ്ട്. പ്രീഡെസ്റ്റിനേഷൻ പാരഡോക്സ് എന്നാൽ മുമ്പ് നടന്ന ഒരു ഇൻസിഡന്റിനെ തടുക്കുവാൻ ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് പോകുമ്പോൾ ആ പോയ ആള് തന്നെ ആ ഇൻസിഡന്റ് ഉണ്ടാവുവാൻ കാരണമായി മാറുകയും ചെയ്യും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് ഒരാൾക്ക് ടൈം ട്രാവൽ ചെയ്യുവാൻ സാധിക്കുമോ? അങ്ങനെ ഒരു ടൈം ട്രാവൽ മെഷീൻ നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ ഈ ലോകത്ത് എന്ത് മാറ്റമാവും കൊണ്ടുവരിക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക.